ഈ മനോഹരമായ കാഴ്ചയാണ്. ജയപുരം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ പീപ്പിൾസ് കോളേജിലെ മുഴുവൻ സ്റ്റാഫും ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. വളരെ സുന്ദരമായ കാഴ്ചയാണ് ഇത് കാണാൻ വരുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ തലതല്ലി പാറയിലടിച്ച് താഴോട്ട് ഒടുക്കുന്നത് കാണാൻ എന്തോ ഒരു രസമാണ്. ഷീബയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഷീബ ഈ നാട്ടുകാരാണെങ്കിൽ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. എന്ത് രസമാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഇതിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുത്തൊഴുക്ക്. താഴോട്ട് മനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് കുളിക്കാവുന്ന ഇടമാണിത്. ജ്യോതി ടീച്ചറുണ്ട്, ബിന്ദു ടീച്ചറുണ്ട്, നിത്യ ടീച്ചർ, ശാലിനി ചേച്ചി, ശകുന്തല ടീച്ചർ, ഉമേഷ്, ഷജി, ഞാൻ, ശ്രീജിത്ത്, പിന്നെ ബാലേട്ടൻ അങ്ങ് മുകളിലുണ്ട്. പാവമായി പേടിച്ചിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ സുന്ദരമായൊരു കാഴ്ച. എന്താ രസം. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഈ വെള്ളം കലക്ക് വെള്ളമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്താണ് നിറവ്യത്യാസം ഉണ്ടാവും. നോക്ക്, ഈ പാറക്കോട്ടത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് താഴോട്ട് ഒഴുകി വരുന്ന വെള്ളം എത്ര സുന്ദരമായിട്ടാണ്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇതാണ് തിരയുടെ നുര എന്ന് പറയുന്നത്. വെള്ളം ഇങ്ങനെ വളരെ മനോഹരമായി കുത്തി ഒഴുകി പോകുന്നത് വീഡിയോയിൽ പകർത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത്. സുന്ദരമായിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സുന്ദരമായ ഈ നിമിഷത്തെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. അതും പ്രത്യേകിച്ച് ഈ സമയത്ത് തന്നെ വരികയാണെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കും. ഈ നാട് ജയപുരത്താണ് ഈ ഒരു പിന്നെ വെള്ളച്ചാട്ടം. ജയപുരം പിന്നെ പാലത്തിന് മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഒരു 10-50 മീറ്ററോളം താഴോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരും. ഇതിൻ്റെ നുരയുണ്ടല്ലോ, ഇങ്ങനെ താഴെ തല്ലി മുകളിലായിട്ട് ഇങ്ങനെ നുരയായിട്ട് പൊങ്ങി വരുന്നത് നമ്മുടെ ദേഹത്ത് പതിക്കുന്നുണ്ട്. നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. നിത്യജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. സങ്കടപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാവും. ഇതാ നോക്ക്, ഇത്തരം പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഓർമ്മിക്കാതെ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞു പോകുന്നൊരവസ്ഥയിലാണ്. ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു വെള്ളച്ചാട്ടം അങ്ങ് മുകളിൽ നിന്നേ, വെള്ളച്ചാട്ടം ഇവിടെ മാത്രമല്ല മുകളിൽ നിന്ന് തന്നെ അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ വാഴച്ചാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നൊരു സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത്. മനോഹരമായ കാഴ്ച. ഒരിക്കലും ഷജി മാഷ് ഇവിടെ വീണിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നതിനിടയിൽ അദ്ദേഹം സ്വയം മറന്നുപോയ അവസ്ഥയിലാണ്. കല്ല് സ്ലിപ്പായത് അറിഞ്ഞിട്ടേ ഇല്ല, താഴെ വീണു. എന്തായി എന്നുള്ളത് നാളെ അറിയാം. ആർക്കും ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നോക്ക്, ടീച്ചറൊക്കെ ബിന്ദു ടീച്ചർ ഇപ്പോൾ വിചാരിക്കുന്നത് ടൈറ്റാനിക്കിലെ നായിക എന്നാണ്. നോക്ക്, ഓരോ ആളും ആരാണെങ്കിലും എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മനോഹരമായ സൗന്ദര്യമുള്ള ആളുകളായിട്ട് മാറുന്നുണ്ട്. പലരും അങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. ചന്ദ്ര ടീച്ചറെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നവരുണ്ട്. ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ സംഘാടന സമിതി ഉത്തരവാദിയായിരിക്കില്ല. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നീന്താൻ അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഏതായാലും താഴെ ഭാഗത്ത് ഇവിടുന്ന് പോയാൽ തന്നെ തടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു കൈവഴിയാണ്. എത്ര സുന്ദരമായ കാഴ്ച, സുന്ദരമായ കാഴ്ച. ഏറ്റവും അടുത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടത്തെ പകർത്തുകയാണ്. നമുക്ക് ശ്രീജിത്ത് അതിസാഹസികമായി വെള്ളച്ചാട്ടത്തിനരികത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ പേടി തോന്നി തിരിച്ച് വന്നു. ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. എത്ര മനോഹരമായ കാഴ്ച. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഫ്രെയിമിനകത്ത് കൊള്ളാത്ത രീതിയിലാണ് ഈ കാഴ്ച ഇവിടെ നിൽക്കുന്നത്. വരൂ പ്രിയപ്പെട്ടവരെ, മുഴുവൻ ആൾക്കാരും വരൂ. ജയപുരത്തുള്ള ഈ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.